ബ്ലാക്ക് റൈസ് രണ്ട് തരമുണ്ട്. ഒന്ന് നമ്മുടെ ഇന്ത്യൻ ബ്ലാക്ക് റൈസ് എന്ന് പറയുന്നത് 165 ദിവസത്തെ മൂപ്പാണ്. 165 ദിവസത്തെ മൂപ്പും വരും, 7 അടി പൊക്കം വരും. അപ്പോൾ അതിന് നമ്മൾ നിലനിർത്തിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ടത് ഈ ഭാഗത്തും ആ ഭാഗത്തും ഓരോ വടി വെച്ച് കയറ് കെട്ടിയിട്ട് വേണം. കരിമ്പത്തുണ്ട് പോലുള്ള ബലം ഉണ്ടാവും, എന്നാലും കാലാവസ്ഥാ വ്യതിയാനം എപ്പോഴാണ് മാറുക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത് വീഴും. അപ്പോൾ അത് ഉൽപ്പാദിപ്പിച്ചെടുക്കണമെങ്കിൽ നല്ല കഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് തായ്ലാൻഡിൽ നിന്ന് 2 കിലോ തായ്ലാൻഡ് ബ്ലാക്ക് റൈസ് കൊണ്ടുവന്നു. അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 110 ദിവസത്തെ മൂപ്പേ ഉള്ളൂ, ഉയരം ഈ ഉയരമുള്ളൂ. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കാഴ്ച ശക്തി. ഇപ്പം നമ്മളിപ്പോൾ ക്ലാസ് കിട്ടുന്നുണ്ട്, പക്ഷേ അതിന് മുമ്പ് തന്നെ അത് സ്ഥിരമായി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കാഴ്ച ശക്തി കൂടും. പിന്നെ അതുപോലെ നല്ല തടിയുള്ളവർക്കാണെങ്കിൽ തടി കമ്മിയാവും, കൊളസ്ട്രോൾ പോകും. അതായത് രാവിലെ ഒരു 8 മണിക്ക് ആ ബ്ലാക്ക് റൈസിൻ്റെ അരിയുടെ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ വൈകുന്നേരം ഒരു 7 മണിക്ക് അത് വിശക്കുള്ളൂ. അത് പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രക്തശാലിയെ നവരെ കഞ്ഞി വയ്ക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിന് ആ ഗ്ലാസ്സിൽ 6 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. പക്ഷേ ബ്ലാക്ക് റൈസ് ആകുമ്പോൾ 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 8 ഗ്ലാസ് വെള്ളം വെക്കണം. അത്രയും കഞ്ഞിപ്പശ കൂടുതലാണ്. അപ്പോൾ അത്രയും ഔഷധ ഗുണമുള്ളതാണ് ഈ രക്തശാലിയും നവരയും ബ്ലാക്ക് റൈസും. ഇത് മൂന്നും മെഡിസിൻ റൈസാണ്. അത് ഉൽപ്പാദിപ്പിക്കാൻ കർഷകർ വളരെ കമ്മിയാണ്. അത് കമ്മിയാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈൽഡ് വളരെ കമ്മിയാണ്. അതായത് ഒരേക്കറിൽ 2 ടണ്ണും 3 ടണ്ണും മറ്റുള്ള നെല്ല് വിളയുന്ന സമയത്ത് ഇത് നവര വന്നിട്ട് 500 കിലോനെ ഉണ്ടാവുള്ളൂ. ബ്ലാക്ക് റൈസ് ഒരു 600-650 കിലോ ഉണ്ടാവും. രക്തശാലി വന്നിട്ട് ഒരു 700-750 കിലോ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് പാലക്കാടൻ മട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40-45 കൊല്ലം 50 കൊല്ലം മുമ്പുള്ളതാണ് തവളക്കണ്ണെന്ന് പറയും. അത് ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ 1-ാം വിളയ്ക്ക് പറ്റില്ല. ഈ പറയുന്ന സാധനങ്ങളൊന്നും 1-ാം വിളയ്ക്ക് പറ്റില്ല, 2-ാം വിളയ്ക്കേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വിത്ത് വംശനാശം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1-ാം വിളയ്ക്ക് കൂടുതലിടുന്നത്. ഈ രക്തശാലി പറയുന്നത് 100-110 ദിവസത്തെ മൂപ്പാണ്. ആ നെല്ല് 150 ദിവസം കഴിഞ്ഞാൽ നെല്ലിന് ഒരു കേടും ഉണ്ടാവില്ല, പക്ഷെ മുളയ്ക്കില്ല. 100 വിത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 10-20 വിത്തേ മുളയ്ക്കുള്ളൂ. 150 ദിവസം കഴിഞ്ഞാൽ അത് മുളയ്ക്കില്ല. അതേപോലെ തന്നെ കറുപ്പ് നവര, അത് 65 ദിവസമാണ് അതിൻ്റെ വിളവെടുപ്പ്, 65-70 ദിവസം. 100 ദിവസം കഴിഞ്ഞാൽ ഇത് മുളയ്ക്കില്ല, നെല്ലിന് കേടുണ്ടാവില്ല, മുളയ്ക്കില്ല. അതുപോലെ തന്നെയാണ് ഈ ബ്ലാക്ക് റൈസും തവളക്കണ്ണനും. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെയുള്ള നെല്ലിന് ഇങ്ങനെയുള്ള ഒരു പ്രയാസങ്ങൾ ഉണ്ട്.